ബഹിരാകാശത്ത് ചരിത്ര നിമിഷം. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് വിജയകരമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാൻഷു മാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഘം ഉടൻ നിലയത്തിലേക്ക് പ്രവേശിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുകയാണ്. നമ്മൾ ആ ചരിത്ര നിമിഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്കിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഈ from the orbiting laboratory. ഇപ്പോൾ സംഘം ഇനി ഉടൻ നിലയത്തിലേക്ക് പ്രവേശിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ 7:05 കൂടി മാത്രമേ ഈ സംഘത്തിന് പേടകത്തിനുള്ളിൽ നിന്ന് ആ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന പ്രക്രിയകൾ പൂർത്തിയാകൂ എന്നാണ് അറിയുന്നത്. ഇതുവരെ ലഭിക്കുന്ന വിവരം എന്താണ്? ഡോക്കിംഗ് വളരെ സുഗമമായും കൃത്യമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കും? രേണുക, ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂർ മുമ്പെയാണ് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സോഫ്റ്റ് ക്യാപ്ചർ അത് പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പോൾ ഹാർഡ് ക്യാപ്ചറിന്റെ പ്രക്രിയകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പേടകവും ഡ്രാഗൺ പേടകവും പിന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും തമ്മിലുള്ള മർദ്ദം അത് ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഹാച്ച് ഇപ്പോൾ പതിയെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിയെ ഓപ്പൺ ചെയ്ത് ഇതിന്റെ മർദ്ദം ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗവും തമ്മിലുള്ള മർദ്ദം ക്രമീകരിക്കണം, അതുപോലെ തന്നെ വാക്വം അതിന്റെ ഒരു സ്പേസ് കളയണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇത് പൂർണ്ണമായി എയർ ടൈറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഈ 4 ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുക. ഈ ഒരു ദൗത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദൗത്യത്തിലുള്ള ശുഭാംശു ശുക്ല അടക്കമുള്ള 3 പേർക്ക് ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവർ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത്. പെഗി വിൽസൺ മാത്രമാണ് ഇതിനു മുൻപേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അവർ ഇതിനു മുൻപേ 4 തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതവരുടെ 5ാമത്തെ ദൗത്യമാണ്. അപ്പോൾ വീണ്ടും ബഹിരാകാശ നിലയത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹാർഡ് ക്യാപ്ചർ പ്രക്രിയകൾ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയകൾ അത് പൂർണ്ണമായത്. ഇതിൻ്റെ പൈലറ്റായിട്ടുള്ള ഈ ദൗത്യത്തിൻ്റെ പൈലറ്റായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ സമയം 12:01 നടന്ന ഈ ഒരു ടേക്ക് ഓഫ് പ്രക്രിയയിൽ ഉൾപ്പെടെ ഒരു നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു ഡോക്കിംഗ് പ്രക്രിയ അതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്തുള്ള റീഡിങ്ങുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടിലേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാമായിരുന്നു ഇന്നലെ ഇപ്പോൾ ഇന്ന് അദ്ദേഹം ചെയ്തിരുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ ഡോക്കിംഗ് പ്രക്രിയയിൽ പൂർണ്ണമായിട്ട് ഒരു പങ്ക് വഹിച്ചത് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു കൂടുതൽ അതിനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരികൾ അവർ 4 പേരും ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അതിൻ്റെ ഒരു മൊത്തം പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഒരു പ്രക്രിയകൾ പൂർണ്ണമായിട്ട് അവർ അങ്ങോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരായിട്ട് അതിൻ്റെ കൃത്യമായിട്ട് സമയമെടുക്കും. ഇപ്പോൾ 7:05 ഇന്ത്യൻ സമയം 7:05 പ്രവേശിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഡോക്കിംഗ് പ്രക്രിയ അത് അരമണിക്കൂർ നേരത്തെയാണ്, ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂറോളം നേരത്തെയാണ് ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായത്. അപ്പോൾ ഈ ഒരു അകത്തേക്ക് കടക്കുന്ന പ്രക്രിയയും അതും വിജയകരമായി ഇതിനു മുൻപേ കടക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡ്രാഗൺ പേടകത്തിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനു മുൻപേ സുനിത വില്യംസിന്റെ ദൗത്യം ഉൾപ്പെടെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ചത് ഈ ഡ്രാഗൺ പേടകമാണ്. അതിൻ്റെ സുരക്ഷയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട
ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പേടകത്തിൻ്റെ ഒരു മുൻതൂക്കം, ആ ഒരു പേടകം നൽകിയ ഒരു സഹായം, അത് തീർച്ചയായിട്ടും ഈ ദൗത്യം വിജയകരമാകാൻ കൂടുതൽ ഇവർക്ക് ഒരു സഹായകരമായി എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇനി അധികം താമസമില്ല, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇപ്പോൾ ഈ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 7 ബഹിരാകാശ സഞ്ചാരികളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉള്ളത്. അവർ ഇവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ് അക്കൗണ്ടിൽ അവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 7 പേരും ഇവരെ സ്വീകരിക്കുകയാണ്. ഇനിയുള്ള 14 ദിവസമായിരിക്കും ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്ത് ചെലവഴിച്ച് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുക. 60 പരീക്ഷണങ്ങളാണ് ഈ സംഘം മൊത്തത്തിൽ നടത്തുന്നത്. അതിൽ 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശുഭാംശു ശുക്ല നടത്തുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അത് തീർച്ചയായിട്ടും ഇനി ഭാവിയിലുള്ള ഗഗൻയാൻ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൗത്യം വിജയകരമാക്കിയതിലുള്ള ഒരു പരിചയം, അതെല്ലാം ഇപ്പോൾ അടുത്ത ദൗത്യത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാകും. 1984 ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു നേട്ടം കൂടി ശുഭാംശു ശുക്ല ഇതിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം ഇപ്പോൾ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് തത്സമയം അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലെ ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിൽ അദ്ദേഹം തൻ്റെ ഈ നേട്ടത്തിലുള്ള അഭിമാനവും അതുപോലെ തന്നെ ഈ നേട്ടത്തിന് ഒപ്പം നിന്ന് എല്ലാവർക്കുമുള്ള നന്ദി എല്ലാം അദ്ദേഹം അറിയിച്ചു. ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ താൻ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റു കാര്യങ്ങൾ, ഇവിടുത്തെ രീതികളെല്ലാം താൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ തനിക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, തൻ്റെ കൂടെ ഉള്ളവർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, ഇതെല്ലാം താൻ ഇപ്പോൾ രസകരമായി ഇപ്പോൾ ഒരു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബഹിരാകാശത്തുള്ള ഓരോ മൊമെൻറ്റുകളും. അതുപോലെ തന്നെ 30 ദിവസത്തിലധികമായി ക്വാറന്റീനിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ബഹിരാകാശത്തേക്ക് എത്തി അതിൻ്റെ ആവേശവും അദ്ദേഹം രാവിലെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറഞ്ഞത്, തൻ്റെ തോളിലുള്ള ത്രിവർണ്ണ പതാക കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നു മുഴുവൻ ഭാരതീയരും തനിക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യം തനിക്ക് തൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാ ഭാരതീയരുടെയും ഒരു നേട്ടം തന്നെയാണ്. ഇനി അധികം വൈകാതെ ഏതാനും മിനിറ്റുകൾക്കകം, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള സമയം 7:05 ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശത്തേക്ക് എത്തുന്ന സമയം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിന് മുൻപേ തന്നെ ഇപ്പോൾ അകത്തേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും എന്തായാലും ചരിത്ര നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്കിംഗ് പ്രക്രിയ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ് ക്യാപ്ചർ ആണ് പൂർത്തിയായത്. ഇനി ഹാർഡ് ക്യാപ്ചർ നടക്കുകയാണ്. ഇരു പേടകങ്ങളിലെയും മർദ്ദം ഏകീകരിക്കുന്ന പ്രക്രിയയാണ് ഹാർഡ് ക്യാപ്ചർ എന്ന് പറയുന്നത്. ആ മർദ്ദം ഏകീകരിക്കൽ പ്രക്രിയ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ സഞ്ചാരികൾ ഓരോരുത്തരായി അവിടേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് നേരത്തെ ഉള്ള വേഷങ്ങളിൽ, നേരത്തെ അവിടെ നിന്ന് ശുഭാംശു ആദ്യം ഈ യാത്ര തുടങ്ങിയതിനു ശേഷം ഉള്ള സന്ദേശത്തിൽ ധരിച്ചിരുന്ന വേഷത്തിന് സമാനമായ വേഷത്തിൽ ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അടുത്ത ഘട്ടം നടപടികൾ പൂർത്തീകരിക്കുകയാണ്. അവിടെ ബഹിരാകാശ നിലയവുമായി ഡ്രാഗൺ ക്രൂ പേടകം സോഫ്റ്റ് ക്യാപ്ചർ നടത്തി. ആ പ്രക്രിയയൊക്കെ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കി. നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ മുൻപ് തന്നെയാണ് ആ പ്രക്രിയ പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഹാർഡ് ക്യാപ്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു പേടകങ്ങളിലെ മർദ്ദം ക്രമീകരിച്ചതിന് ശേഷം സംഘാംഗങ്ങൾ ഓരോരുത്തരായി അവിടെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അജയ് വീണ്ടും ചേരുന്നു. അജയ്, ഓരോരുത്തരായി സംഘാംഗങ്ങൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും. അതിനുള്ള പ്രക്രിയകളാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 7:05-നല്ല 6:10 ബഹിരാകാശ സഞ്ചാരികൾ എല്ലാവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മർദ്ദം ക്രമീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, അതായത് ഈ ഹാർഡ് ക്യാപ്ചറിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോഴെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അധികം വൈകാതെ 6:10 ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ള സമയം. ചിലപ്പോൾ അതിന് മുൻപേ തന്നെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിൻ്റെ പരീക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ വ്യക്തമാണ്. പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും. അവിടെയുള്ള ഓരോ നിമിഷങ്ങളും ഇപ്പോൾ മുൻപ്, അതായത് 1984-ൽ റേഡിയോയിലുള്ള കമൻട്രി വഴിയാണ് നമ്മൾ ഇതിനു മുൻപ് രാകേഷ് ശർമ്മ ഇപ്പോൾ സ്പേസിലേക്ക് എത്തിയ വിവരമെല്ലാം നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇപ്പോൾ തത്സമയം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് കാണാൻ നേരിട്ട് ഇപ്പോൾ തത്സമയം ഇതെല്ലാം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയിലാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ അത് ഓരോ ഇന്ത്യക്കാരനും തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഭാവിയിലുള്ള ഗഗൻയാൻ ദൗത്യം, അതുപോലെ തന്നെ 2040-കളിൽ ഇന്ത്യ സ്വന്തമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വികസിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഒരു മുന്നോടി എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഒരു പ്രക്രിയ കണക്കാക്കുന്നത്. ഇപ്പോൾ 7 ദൗത്യങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മൈക്രോഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തും. അതുപോലെ തന്നെ സീഡ് ജനറേഷൻ, ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ സ്പേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം പരീക്ഷണങ്ങൾ, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ എല്ലാം തുടങ്ങിയിട്ടുള്ള ഇവയെല്ലാം അദ്ദേഹം പരീക്ഷിക്കും. പിന്നാലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലുള്ള ഇപ്പോൾ ഈ ഗഗൻയാൻ ദൗത്യമാണെങ്കിൽ 2027-ലുള്ള ഗഗൻയാൻ ദൗത്യമാണെങ്കിലും, അതുപോലെ തന്നെ ഭാവിയിൽ 2040 ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അകലെയുള്ള ഒരു സമയമാണ്. പക്ഷേ ആ അകലെയുള്ള സമയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് ഇന്നത്തെ ഒരു കാര്യം. അന്ന് 2040-കളിൽ സ്വന്തമായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം സ്പേസിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും 1984-ൽ രാകേഷ് ശർമ്മ ഇന്ത്യയെ നോക്കി സാരേ ജഹാം സേ അച്ഛ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാവിയിൽ പൂർണ്ണമായിട്ടും ഇന്ത്യക്കാർക്ക് വസിച്ചുകൊണ്ട് ഗവേഷണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വനനിരീക്ഷണം പോലെയുള്ള മറ്റു കാര്യങ്ങൾ നടത്തി ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ അത് ബഹിരാകാശത്ത് കുറിക്കുന്നതിൻ്റെ എല്ലാം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ഇന്നത്തെ ദിവസം. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഓരോരുത്തർക്കും അഭിമാനിക്കാം. തീർച്ചയായും എന്തായാലും ചരിത്ര നിമിഷമാണ്. പേടകം ഡോക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ നിലയത്തിലേക്ക് സംഘാംഗങ്ങൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ഇനി നടക്കേണ്ടത്. മർദ്ദം ക്രമീകരിക്കുന്ന ഹാഡ് ക്യാപ്ചർ പൂർത്തിയായതിനു ശേഷമായിരിക്കും സംഘാംഗങ്ങൾ അതിലേക്ക് പ്രവേശിക്കുക. ശുഭാംശു, ഒപ്പം തന്നെ പെഗി വിഡ്സൺ, സ്ലാവോസ്, ടിബോർ കാബു തുടങ്ങിയവർ 6 മണിയോടുകൂടി ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. അത് പ്രതീക്ഷിച്ചതിലും വേഗം സാധ്യമാകും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. 6 മണിയോടുകൂടി ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുമെന്ന വിവരം വരുന്നു.